ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസ് പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സർവാധിപനാം കർത്താവേ എന്ന ഗീതവും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മുടെ പഠന വിഷയം. വിശുദ്ധ കുർബാനയിലെ മദ്ബഹാഗീതത്തിന് ശേഷം ധൂപാശീർവാദ പ്രാർത്ഥന നടക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കിടയിലുള്ള ധൂപാർപ്പണങ്ങളെല്ലാം തന്നെ മദ്ബഹയിലെ അതിവിശുദ്ധ സ്ഥലത്താണ് നടക്കുന്നത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ശംശാനപ്പട്ടമെങ്കിലും ഉള്ളവർക്കേ മദ്ബഹയിലെ അതിവിശുദ്ധ സ്ഥലത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതിനാൽ പൗരാണിക പാരമ്പര്യപ്രകാരം ധൂപക്കുറ്റി ശംശാനമാരാണ് വഹിക്കേണ്ടത്. എന്നാൽ ഇന്ന് ശംശാനമാരുടെ അഭാവത്തിൽ താഴ്ന്ന പട്ടമുള്ളവരും മറ്റ് ശുശ്രൂഷകരുമൊക്കെ ധൂപക്കുറ്റി വഹിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ധൂപത്തിന് 2 അർത്ഥങ്ങളാണുള്ളത് എന്ന് ധൂപാശീർവാദ പ്രാർത്ഥന വ്യക്തമാക്കുന്നു. ദൈവസംപ്രീതിയും ദൈവജനത്തിൻ്റെ പാപമോചനവുമാണ് ധൂപാർച്ചനയുടെ 2 ലക്ഷ്യങ്ങൾ. നമ്മുടെ കുർബാനയിൽ പ്രാരംഭ പ്രദക്ഷിണത്തിനുൾപ്പെടെ മൊത്തം 6 തവണ ധൂപാർച്ചനയുണ്ട്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ധൂപാർപ്പണം കുർബാനയുടെ അവിഭാജ്യ ഘടകമാണ്. സീറോ മലബാർ സഭയിൽ ആഘോഷമായ കുർബാനയ്ക്കും റാസയ്ക്കും ധൂപാർപ്പണം നിർബന്ധമാണ്. ധൂപാശീർവാദ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉത്ഥാനഗീതത്തിന് മുന്നോടിയായുള്ള ശ്ലോസ അഥവാ പ്രാർത്ഥനയാണ് ഉള്ളത്. ഈ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യതയ്ക്കായി കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. മുടിചൂടി നിൽക്കുന്ന സഭ എന്ന മനോഹരമായ സഭാവിജ്ഞാനീയ ചിന്ത ഈ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കാം. സുറിയാനി പാരമ്പര്യത്തിൽ വധൂവരന്മാരെ കിരീടം ധരിപ്പിക്കുന്ന കിരീടം വാഴ്വ് എന്ന ചടങ്ങുള്ളത് ഇതുമായി ചേർത്ത് വായിക്കണം. സഭ മിശിഹായുടെ കിരീടധാരിണിയായ വധുവാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിലെ തന്നെ അത്യുദാത്തങ്ങളായ ഗീതങ്ങളിലൊന്നാണ് ലാകുമാറ എന്നും ആദത്തിൻ്റെ ഗീതമെന്നും ഉത്ഥാന ഗീതമെന്നുമൊക്കെ വിളിക്കപ്പെടുന്ന സർവാധിപനാം കർത്താവ് എന്ന ഗീതം. 4-ാം നൂറ്റാണ്ടിൽ മാർ ശമയോൻ ബർസബ കാസോലിക്കയാൽ വിരചിതമായതാണ് ഈ ഗീതമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിച്ചുകൊണ്ടാണ് ലാകുമാറ പാടുന്നത്. നമ്മുടെ ഉത്ഥാനത്തിൻ്റെ ഉറവിടമായി ഈശോ മിശിഹായെ പാടിപ്പുകഴ്ത്തുന്ന ഗീതമായതിനാൽ ഇതിനെ ഉത്ഥാന ഗീതം എന്നും വിളിക്കുന്നു. ഉത്ഥാനഗീതത്തിൻ്റെ സമയത്ത് മദ്ബഹായുടെ വിരി തുറക്കുന്നത് കർത്താവിൻ്റെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കുന്നതിൻ്റെ പ്രതീകമായാണ്. ഈ ഗീതത്തിൻ്റെ സമയത്താണ് ദീപാലങ്കൃതമായ മദ്ബഹ തുറക്കുകയും ധൂപിക്കുകയും ചെയ്യുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കേന്ദ്രബിന്ദുവായ 2 ആശയങ്ങളാണ് ഈ ഗീതത്തിലുള്ളത്: ശരീരത്തിൻ്റെ ഉയിർപ്പും ആത്മാക്കളുടെ രക്ഷയും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് ശമയോൻ കേപ്പായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ഗീതമെന്ന് പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലാകുമാറ ഗീതം 3 തവണ ആലപിക്കുന്നത് സ്വർഗീയ ഭൗമിക ഗായക സംഘങ്ങൾ ദൈവസ്തുതി പാടാൻ വെമ്പൽ കൊള്ളുന്നതിൻ്റെ സൂചനയായാണ്. ഈ ഗീതം ആദ്യത്തെയും 3ാമത്തെയും തവണ പാടുന്നത് ഭൗമിക ഗായക സംഘത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ഗായക സംഘവും സമൂഹവുമാണ്. എന്നാൽ 2ാം തവണ ആലപിക്കുന്നത് വചനവേദിയിൽ അഥവാ ബേമയിൽ നിൽക്കുന്ന കാർമ്മികരും സഹകാർമ്മികരും ശുശ്രൂഷികളും ഒന്നുചേർന്നാണ്. വചനവേദിയിലുള്ളവരെല്ലാം സ്വർഗീയ ഗായക സംഘത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. ഉത്ഥാനഗീതത്തിലെ ആശയങ്ങൾ വീണ്ടും ഊന്നിപ്പറയുന്ന പ്രാർത്ഥനയാണ് തുടർന്നു വരുന്നത്. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നുവെന്ന് സംശയമെന്നെ പ്രസ്താവിച്ചുകൊണ്ട് കാർമ്മികൻ ശ്ലോസ ചൊല്ലി ആമുഖ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. തൻ്റെ മണവാളനായ ഈശോയുടെ 2ാമത്തെ ആഗമനം നോക്കി പാർത്തിരിക്കുന്ന കിരീടധാരിണിയായ വധുവാണ് തിരുസഭ എന്നും ആ സഭ ഞാനും നിങ്ങളുമാണെന്നുമുള്ള ബോധ്യത്തിൽ വളരാനും സ്വർഗം തുറന്നിറങ്ങി വരുന്ന കർത്താവിനെ നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രക്ഷകനായി ഏറ്റുപറയുവാനും ഈ അറിവുകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്തംബഹ് ഈശോ മിശിഹ.